നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ വീഡിയോകളെല്ലാം ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോകളെല്ലാം തന്നെ എൻ്റെ അടുത്ത് സ്ത്രീകൾ വന്ന് ചോദിക്കുന്ന സംശയങ്ങൾക്കുള്ള മറുപടികളാണ്. അപ്പോൾ പ്രസവം കഴിഞ്ഞ് പോയിട്ട്, അല്ലെങ്കിൽ സിസേറിയൻ കഴിഞ്ഞ് പോയിട്ട്, അല്ലെങ്കിൽ ഗർഭപാത്ര നീക്കൽ ശസ്ത്രക്രിയ ഹിസ്റ്ററക്ടമി കഴിഞ്ഞ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ സ്ത്രീകൾ ഞങ്ങളോട് പരാതി പറയാറുണ്ട്, ആ മുറിവിനിടാനായിട്ട് ഒരു ഓയിൻമെൻറ്റും ഞങ്ങൾക്ക് തന്നു വിട്ടില്ല. അങ്ങനത്തെ ഓയിൻമെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ? ഒന്നാമത് നമ്മളുടെ അടുത്തുനിന്ന് സ്ത്രീകൾ ഡിസ്ചാർജ് വാങ്ങിച്ചു പോകുമ്പോൾ തന്നെ അവരുടെ മുറിവിലുള്ള നമ്മളുടെ തൊലിപ്പുറം കൂടിയിരിക്കും. അതായത് നമ്മൾ തൊലിപ്പുറത്ത് നോക്കുമ്പോൾ ആ ഒരു വര മാത്രമേ കാണുകയുള്ളൂ, അകത്തുള്ള ആ റോ ഏരിയ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. സിസേറിയൻ്റെ ആണെങ്കിലും ഹിസ്റ്ററക്ടമിയുടെ ആണെങ്കിലും തൊലി കൂടിയിരിക്കും. അപ്പോൾ അങ്ങനെ തൊലി ഇൻടാക്റ്റ് ആണെങ്കിൽ, തൊലി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെയും ആവശ്യമില്ല. ഇപ്പോൾ ഒരു തുറന്ന ഊണ്ടായിട്ട് മുറിവായിട്ട് കിടക്കുകയാണെങ്കിൽ അവിടേക്ക് അണുബാധ വരാനുള്ള സാധ്യതയുണ്ട്. കാര്യം നമ്മളുടെ ശരീരത്തിനെ അണുബാധയിൽ നിന്ന് രക്ഷിക്കുന്നത് നമ്മളുടെ തൊലിപ്പുറമാണ്. അപ്പോൾ തൊലി കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിടുന്ന ഈ ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റിന് എന്ത് ഗുണമാണുള്ളത്? ഒരു ഗുണമേ ഉള്ളൂ. ഇടുന്ന സ്ത്രീക്ക് ഒരു മനസ്സിന് സമാധാനം, എന്തോ ഞാൻ അവിടെ ചികിത്സ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സമാധാനം. പിന്നെ ഒരു ദോഷവും ഉണ്ട്. അതെന്താണ്? നമ്മുടെ പേഴ്സിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കും. ഈ ഓയിൻമെൻറ്റുകൾക്കൊക്കെ വിലയുള്ള ഓയിൻമെൻറ്റുകളാണല്ലോ. അപ്പോൾ പലപ്പോഴും ഞാൻ ഇതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഡോക്ടറെ കൃത്യമായിട്ട് ഞാൻ ഒരു മാസവും കുളിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ നല്ല പോലെ ഓയിൻമെൻറ്റ് തേച്ചിട്ടുണ്ടെന്ന്. അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. നമ്മൾ ആ ഡ്രസ്സിങ് ഇളക്കി കഴിയുമ്പോൾ തന്നെ, ഇപ്പോൾ സിസേറിയനോ ഹിസ്റ്ററക്ടമിയോ ഒക്കെ ചെയ്ത് ഡ്രസ്സിങ് ഇറക്കി കളയുമ്പോൾ തന്നെ ആ തൊലി കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ വേറെ ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല തന്നെ. നന്ദി, നമസ്കാരം.